പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉഗ്രസ്ഫോടനം കേട്ടതായി ദുബായ് ഇന്റർനാഷണൽ സിറ്റി, അൽ ഖിസൈസ് എന്നിവിടത്തെ മലയാളികൾ പറയുന്നുണ്ട്. വലിയ ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് മലയാളികൾ പറയുന്ന കാര്യം. അപ്പോൾ വലിയ ആശങ്കയുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ആര്യ, അല്പം ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടങ്ങളിൽ നിന്നായി തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അൽ അവീർ മേഖലയിൽ സ്ഫോടനം കേട്ടു എന്നുള്ളതാണ്. അവിടെ നിന്നും അധികം അകലെയല്ലാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ ആര്യ സൂചിപ്പിച്ച ഇന്റർനാഷണൽ സിറ്റി അല്ലെങ്കിൽ സിലിക്കൺ ഒയാസിസ് എന്നൊക്കെ പറയുന്നത്. മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അത്. അവിടെയും സ്ഫോടനം കേട്ടതായി, ഇന്റർനാഷണൽ സിറ്റിയിലൊക്കെ തുടർച്ചയായിട്ടുള്ള സ്ഫോടനം കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ ഉണ്ടാകുന്നുണ്ട്. റോഡുകൾ പലതും ഇപ്പോൾ ദുബായ് നഗരത്തിൽ വിജനമാണ്. ആളുകൾ കൂടുതലായിട്ട് റോഡുകളിലേക്ക് ഇറങ്ങുന്നില്ല. കടകളിലേക്ക് ആളുകൾ പോകുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അധികം തിരക്കുള്ള ഒരു സ്ഥലമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റോഡൊക്കെ. ആ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റോഡ്, ആ റോഡിനോട് ചേർന്ന് ദുബായ്ക്ക് സൈനിക ക്യാമ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഇന്റർനാഷണൽ സിറ്റിയും അതോടൊപ്പം തന്നെ സിലിക്കൺ ഒയാസിസും അവീർ മാർക്കറ്റും ഒക്കെ ഉള്ളത്. ആ മേഖലകളിൽ സ്ഫോടനം കേട്ടതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ദുബായ് വിമാനത്താവളത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് പോകുന്ന ഭാഗം, ആ ഭാഗത്തും സ്ഫോടനം കേട്ടതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ദുബായ് നഗരത്തിൻ്റെ പല മേഖലകളിൽ നിന്നും സ്ഫോടനം, അത് ചെറിയ സ്ഫോടനമല്ല, കെട്ടിടം വിറച്ചു, പ്രകമ്പനം കൊണ്ടു എന്ന് നമ്മളോട് ആളുകൾ പറയുന്നുണ്ട്. അത്രയ്ക്ക് ഉഗ്രമായിട്ടുള്ള സ്ഫോടനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു കൃത്യമായി ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഞെട്ടിക്കാനുള്ള ഒരു ആക്രമണം എന്ന് മാത്രമല്ല കാണാൻ, മറിച്ച് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേഖലകളിലൊക്കെ, ജനവാസ മേഖലകളിലൊക്കെ തന്നെ ആക്രമണം നടത്തുന്നത്. ജനവാസ മേഖലകളിലും വിമാനത്താവളത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇപ്പോൾ ദുബായിൽ നിന്നും സ്ഫോടനം നമ്മൾ കേൾക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഖത്തറിൽ നിന്നുമുള്ള വിവരങ്ങൾ. ഖത്തറിലും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. ഖത്തറിൽ വിവിധ ആക്രമണങ്ങളിൽ 8 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഖത്തറിൽ ഇതുവരെ ഇന്നലെയും ഇന്ന് ഈ സമയം വരെ ആയിട്ട് ഏതാണ്ട് 65 മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 12 ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഖത്തർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നതാണ്. 65 മിസൈലുകൾ നിർവീര്യമാക്കിയെന്നും 12 ഡ്രോണുകൾ അടിച്ചിട്ടെന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ട്. മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഇടമാണ് ഈ ദുബായ് ഇന്റർനാഷണൽ സിറ്റി, അൽ ഖിസൈസ് എന്ന് പറയുന്ന മേഖലകളൊക്കെ. അവിടെ ഈ ഉഗ്രസ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ ഒരു വിറയലുണ്ടായി എന്നുള്ളത് അടക്കം ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഒട്ടും ശുഭകരമല്ല, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗൾഫ് ഭരണകൂടം പറയുന്നു. പക്ഷേ ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിവേഗം, മിന്നൽ വേഗത്തിലാണ് പ്രത്യാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. അതിൽ വലിയ പ്രതിഷേധം അമേരിക്കയെ അറിയിക്കുന്നത്, ഇസ്രയേലിനെ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ സൈനിക വിന്യാസങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്.